കൊച്ചിയിൽ തടഞ്ഞ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നു. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഷൊർണൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം അല്പസമയത്തിനകം പുനഃസ്ഥാപിക്കും. എറണാകുളം ആലുവ റൂട്ടിൽ റെയിൽവേ ലൈനിലെ വൈദ്യുതി തകരാറിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. വൈദ്യുതി തകരാർ പരിഹരിക്കാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ്. കെ എം ഉമേഷ് ചേർന്നു. ഉമേഷ്, വിവരങ്ങൾ. ഉമേഷ്, വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൊച്ചിയിലാണ് ഇത്തരത്തിൽ ഗതാഗത തടസ്സം നേരിട്ടത്. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. കെ എം ഉമേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഉമേഷ്, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരം. ഇരു ദിശയിലേക്കും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വൈദ്യുതി തകരാറായിരുന്നു കാരണം. എറണാകുളം നോർത്തിനും ആലുവയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് ഒന്ന് രണ്ട് ഇടങ്ങളിലാണ് ഈ വൈദ്യുതി തകരാർ സംഭവിച്ചത്. അതുകൊണ്ട് ട്രെയിനുകൾ തടസ്സപ്പെട്ടു. ഇരു ദിശയിലേക്കും, അതായത് തിരുവനന്തപുരം ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തേക്കുമുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 1-2 മണിക്കൂർ പൂർണ്ണമായും തടസ്സപ്പെട്ടു. പിന്നീട് ഈ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ആദ്യം ഗതാഗതം പുനരാരംഭിച്ചത്. അതിന് കാരണം ഈ ഇലക്ട്രിക് തകരാറ് കാരണം കൊണ്ട് തന്നെ പകരം ഡീസൽ എഞ്ചിൻ ഈ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിൽ ഘടിപ്പിച്ച ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരു ദിശയിലേക്കുള്ള തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഗതാഗതം ആ തരത്തിൽ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഈ സമയത്ത് പലയിടങ്ങളിലായി ട്രെയിനുകൾ പിടിച്ചിടുന്ന സാഹചര്യം ഉണ്ടായി. പലതും 1-2 മണിക്കൂർ തടസ്സപ്പെട്ടു. കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് പകരം ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച യാത്ര തുടർന്നു. ഈ സമയമൊക്കെ ഈ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് മുൻപ് ഈ വൈദ്യുതി തകരാർ പൂർണ്ണമായും പരിഹരിക്കാനായി റെയിൽവേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇരു ദിശയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. പക്ഷെ ഒരു പ്രശ്നം, പലയിടങ്ങളിലായി ട്രെയിൻ പിടിച്ചിട്ടത് കാരണം ആ ഒരു കാലതാമസം ആ ട്രെയിനുകൾക്കൊക്കെ ഉണ്ടാവും. ഏതാണ്ട് 7 ട്രെയിനുകൾ വൈകി ഓടുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാം. വിവരങ്ങൾ നൽകുകയായിരുന്നു കെ എം ഉമേഷ്.